അതായത് ഈ ബക്കർജിയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ഗ്രാഫാണ് സിനിമയ്ക്കകത്ത്. ഈ സ്റ്റാർട്ട്സ് നീലക്കുയിൽ 54 ഒരു പ്രൊഡക്ഷൻ ബോയ് ആണ് ബക്കർജി. അപ്പോൾ ആ സിനിമയിലെ ഏറ്റവും താഴെയുള്ള ആൾ രാമവേരേട്ടൻ്റെ ആദ്യത്തെ സിനിമ, ഭാസ്കർ മാഷയുടെ ആദ്യ സിനിമ. ശോഭന പരമാനന്ദൻ ആണ് അതിൻ്റെ ഓർഗനൈസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ആളാണ് ബക്കർജി. ശോഭന പരമേശ്വരൻ്റെ സ്റ്റുഡിയോയിൽ ടേബിൾ ക്ലീൻ ചെയ്യായിരുന്നു ബക്കർജിയുടെ ജോലി. അവിടെ നിന്നാണ് ഈ സിനിമയുടെ ഡിസ്കഷനൊക്കെ വന്നപ്പോൾ ഈ ബിക്കംസ് എ പ്രൊഡക്ഷൻ ബോയ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഫിലിം ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാണ്, യുനോ ദ ലോവസ്റ്റ് ഓഫ് ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇദ്ദേഹം ഹീ കംസ് അപ്പ് മിന്നാമിനെങ്കിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ആവുന്നു. കാര്യേട്ടൻ്റെ അടുത്ത പടം, മുഴുവനായ പുത്രൻ, മൂടുപടം മുതലായ സിനിമകളിൽ ഇദ്ദേഹത്തിൻ്റെ ടൈറ്റിലിന് വലിപ്പം കൂടുന്നു. അബൂബക്കർ PA ബക്കറായി മാറുന്നു. പിന്നീട് ചെമ്മീനായപ്പോൾ ഒരു ഫുൾ ലെങ്ത് ടൈറ്റിൽ PA ബക്കർ, പ്രൊഡക്ഷൻ കൺട്രോൾ. അപ്പം അതിനുശേഷം അവൾ എന്ന് പറഞ്ഞ സിനിമ അസീസിൻ്റെ, അതായത് ഓൾമോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ്സായി വരുന്ന ആദ്യത്തെ ഫിലിം മേക്കറായിരിക്കും അദ്ദേഹത്തിൻ്റെ. അവൾ, മങ്കട രവിവർമ്മ ക്യാമറ ചെയ്യുന്ന അവൾ, അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ബക്കർജി മാറുന്നു. അവളായിരുന്നു ആ കാലത്ത് ഏറ്റവും നമുക്ക് വ്യത്യസ്തമായ പോസ്റ്റർ. PN മേനനായിരുന്നു അതിൻ്റെ പോസ്റ്റർ. ആ പോസ്റ്റേഴ്സ് കൊണ്ട് ആളുകളെ കിടരം കൊള്ളിച്ചൊരു സിനിമയാണ്. സിനിമ അത്രത്തോളം സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്നു. പിന്നീടാണ് ഓളവും തീരും. അവളിന് ശേഷമാണ് ബക്കർജി ഓളവും തീരും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓളവും തീരും ബിക്കംസ് എ വെരി ഗ്രേറ്റ് മൈൽ സ്റ്റോൺ മലയാളം സിനിമയിൽ തന്നെ. അതിന് ശേഷം ചെയ്യുന്നതാണ് ഈ സംവിധാനം. അപ്പോൾ ഈ ഒരു ഏരിയകൾ മുഴുവൻ കടന്നു വന്നിട്ടാണ് അദ്ദേഹം ഡയറക്ടറാവുന്നത്. അപ്പോൾ അതൊരു വലിയ ആഴത്തിലുള്ള അനുഭവങ്ങൾ. കാരണം ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഞാൻ ഈ ബക്കർജിയൊക്കെ ആ കാലത്ത് കണ്ടിരുന്നത്, പ്രത്യേകിച്ചും പൗത്രനും ഞാനും വളരെ സീനിയറായ ഒരാളാണ്. കാരണം സിനിമയുടെ തന്നെ അത്ര പഴക്കമുള്ള ഒരാളായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വാസ് ഓൺലി 35. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഈ വലിയൊരു നീണ്ടകാല ഗുരുവായി കണ്ടിരുന്നത്. എന്ന് വെച്ചാൽ യഥാർത്ഥം ഒന്നുമില്ല എന്നുള്ള ആ ലെവലിലേക്ക് അയാൾ എത്തി, ബിക്കോസ് ഓഫ് ഹിസ് ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ അയാൾ ഒരുപാട് കാലം ജീവിച്ച ഒരാളെ പോലെയാണ്. ഒരു 35-കാരൻ്റെ അപ്പിയറൻസ് അല്ല ബക്കർജി ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ആ ഇയറൊക്കെ വെച്ച് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഹി വാസ് 35.